Hi dear children, today let us start our new chapter, reciprocal. നമ്മുടെ fourth chapter reciprocal ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. What do you mean by reciprocal? എന്താ മക്കളെ reciprocal എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ വ്യുൽക്രമം എന്നൊക്കെ പറയും. എന്താ reciprocal എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the whole lesson we will discussing about reciprocal. ഈ ലെസണിന്റെ ഫുള്ള് നമ്മൾ റെസിപ്രോക്കലിനെ ബേസ് ചെയ്തിട്ടാണ് ഫുള്ള് വരുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് റെസിപ്രോക്കൽ എന്ന് നോക്കാം. റെഡി അല്ലേ? മിസ് കുറച്ച് നമ്പേഴ്സ് ഇവിടെ എഴുതാം. സി 6 ഇതൊരു 6 എന്നുള്ള നമ്പറാണ് അല്ലേ? വിച്ച് നമ്പർ ഈസ് ദിസ്? 6. ഈ 6 എന്നതിൻ്റെ അടിയിൽ എപ്പോഴും എന്തുണ്ടാവും? ഇതൊരു ഇപ്പം നമ്മൾ ഫ്രാക്ഷനായിട്ട് ഇതിന് എഴുതുമ്പോൾ ഇതിന് എപ്പോഴും ഇതിനടുത്തൊരു 1 ഉണ്ടാവും. 6/1 ആണ് സാധാരണ ഇത് പറയുന്നത്. 6 എന്നുള്ള ഒറ്റ ഒരു നമ്പർ എഴുതുവാണെങ്കിൽ ആ നമ്പറിൻ്റെ കൂടെ എപ്പോഴും എന്തുണ്ടാവും? 6/1. ഫ്രാക്ഷൻ എന്താണ്? 6/1 എന്നാണ്. നമ്മളിപ്പോൾ 5 എഴുതി കഴിഞ്ഞാൽ ഈ 5 തന്നെ എഴുതി അതിനർത്ഥം എന്താണ്? 5/1. ഇപ്പോൾ 4 തന്നെ എഴുതി. 4 തന്നെ എഴുതുമ്പോഴും തന്നെ കിടക്കുന്ന നമ്പേഴ്സിൻ്റെക്കാട്ടിൽ എന്തായിരിക്കും? /1 ആയിരിക്കും. /1. ഇനി നമ്മൾ ഈ നമ്പേഴ്സിൻ്റെയൊക്കെ റെസിപ്രോക്കൽ എന്താണെന്ന് നോക്കാം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വ്യുൽക്രമം. 6/1 വ്യുൽക്രമം എന്ന് പറയുന്നത് എന്താണ്? 1/6 ആണ്. എന്താണ്? 1/6. അതായത് ഇതിനെ തലതിരിച്ചിടുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 5/1 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ 5 റെസിപ്രോക്കൽ നമ്മൾ എങ്ങനെ എഴുതാം? 1/5. ഇനി ഇവിടെ 4 അല്ലെങ്കിൽ 4/1. 4 എന്ന് പറഞ്ഞാലും 4/1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആണ്. സോ 4/1 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 1/4. 4/1 റെസിപ്രോക്കൽ എന്താണ്? 1/4 ആണ്. സി അനദർ എക്സാമ്പിൾ 3.2. 3.2 റെസിപ്രോക്കൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 3.2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിസ് പറഞ്ഞത്? ഒരു ഡെസിമലോ നമ്പറോ എന്തോ ആയിക്കോട്ടെ. 3 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എഴുതണ്ടേ? 3.2/1 ആണ്. 3.2/1 ആണ്. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/3.2. 1/3.2. ഓക്കെ. ഇപ്പൊ ഏകദേശം റെസിപ്രോക്കൽ എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇപ്പൊ നമ്മൾ സിമ്പിളായിട്ട് ഒരു നമ്പർ എഴുതുന്നു. ഈ നമ്പർ എഴുതുവാണെങ്കിൽ ഇത് 3 എന്നുള്ള നമ്പറാണ്. ഫ്രാക്ഷനിൽ ഇത് എങ്ങനെയാണ്? എപ്പോഴും ഇതിൻ്റെ അടിക്ക് ഒരു 1 ഉണ്ടാവും. 3 സിമ്പിളായിട്ട് നമ്മൾ എഴുതുന്ന നമ്പറിൻ്റെ അതിൻ്റെ ശരിക്കും ഉള്ളത് എങ്ങനെയാണ്? 3/1 ആണ്. ഇതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/1 ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/3 ആണ്. 3/1 റെസിപ്രോക്കൽ എന്താണ്? 1/3. അതായത് അതിനെ തലതിരിച്ചിടുന്നു. മക്കളെ നിങ്ങൾക്ക് ഇപ്പോൾ റെസിപ്രോക്കൽ എന്താണെന്നൊരു ഐഡിയ വന്നിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ 6 എന്നൊരു നമ്പർ ആണെങ്കിൽ റെസിപ്രോക്കൽ എന്താണെന്ന് മിസ് പറഞ്ഞത്? 6 എന്ന നമ്പർ ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 1/6. അതായത് 6 എന്ന നമ്പറിന്റെ ഫ്രാക്ഷൻ എന്താണ്? 6/1 ആണ്. ആ 6/1 തലതിരിച്ചിടുന്നതാണ് അതിന്റെ റെസിപ്രോക്കൽ 1/6. അപ്പൊ 5 ആണെങ്കിലോ? 5 എന്നൊരു നമ്പർ, അത് 5 ആണ്. അതിൻ്റെ അടിയിൽ എപ്പോഴും 1 ഉണ്ട്. നമ്മൾ 1 എഴുതാറില്ല. 5/1 ആണ് ഫ്രാക്ഷന്. അപ്പം അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/5 ആണ്. ഈ 7ന്റെ റെസിപ്രോക്കലാണ് നമ്മൾ എങ്ങനെ എഴുതും? 7 റെസിപ്രോക്കൽ 1/7 അല്ലേ? അതുപോലെ തന്നെ 12ന്റെ റെസിപ്രോക്കൽ എത്ര? 12ന്റെ 1/12. അങ്ങനെ ഏത് നമ്പറിന്റെ റെസിപ്രോക്കൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അത് ഡെസിമൽ ആയിക്കോട്ടെ, ഒരു നമ്പർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിന്റെ റെസിപ്രോക്കൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു റെസിപ്രോക്കലിനെ പറ്റി കിട്ടി. നൗ ലെറ്റ് us ഡിസ്കസ് അവർ ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റ് പേജിൽ തന്നെ പാർട്ട് ആൻഡ് ടൈംസ് എന്നുള്ളൊരു പോർഷൻ ഉണ്ട്. നമുക്കത് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ മക്കളെ? ടൈംസ് ആൻഡ് പാർട്ട് എന്നുള്ള ഭാഗത്തില് ഈ ഫസ്റ്റത്തെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. There are 2 pen in one packet and 8 in another. ഒരു പാക്കറ്റിൽ 2ഉം മറ്റേ പാക്കറ്റിൽ 8ഉം ഉണ്ട് പെണ്ണ്. ഈ പാക്കറ്റിൽ 2 പെണ്ണും മറ്റേ പാക്കറ്റിൽ 8 പെണ്ണും. Then how can we compare this? നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഒരാൾക്ക് മറ്റേതിനേക്കാളും എത്ര കൂടുതലുണ്ടായിരുന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്യൂലേ? അത് ഈ പെണ്ണ് നമുക്ക് കമ്പയർ ചെയ്യാണ്. ഇപ്പൊ ഇവിടെ പറയുന്ന നോക്കിക്കേ, 6 more than 2. ഈ 2 എന്ന് പറയുന്നത് എന്നാണ്? ഇതിനേക്കാളും 6 more than ഉണ്ട് 8. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാം. എന്നാണ്? 6 less than 8. 8നേക്കാളും 6 കുറവാണ് 2. അല്ലെങ്കിൽ 2നേക്കാളും എന്നാണ്? 6 കൂടുതലാണ് 8. അങ്ങനെ നമുക്ക് ഇപ്പൊ നമ്മൾ കണ്ടു അല്ലെ? 2നേക്കാളും 6 more 8ഉം
8-നേക്കാളും 6 ലെസ് ആണ് 2 എന്നും. ഇനി ഇതിന്റെ ടൈംസും പാർട്ടും എന്താന്ന് നോക്കാം. 2ന്റെ എത്ര ടൈംസ് ആണ് 8 എന്ന്. അതായത് നമ്മൾ ഇവിടെ എത്ര 2 ഉണ്ടോ നോക്കിയേ. 1 2 3 4 ടൈംസ് 2 ആണ് എന്ത് 8 വരുന്നത്. അതായത് ഇതിപ്പോ 2 പേനയാന്ന് ഓർക്കുക. ഇത് 2 പേന, ഇതുപോലത്തെ 2 ഇത്, ഇതുപോലത്തെ 2 ഇത്, ഇതുപോലത്തെ 2 ഇത്. അങ്ങനെ എത്ര 2 കൂടുമ്പോഴാണ് ഇവിടെ 8 ആകുന്നത്? 4 2 കൂടുമ്പോഴാണ് അല്ലെ. 4 ടൈംസ് ആണ് 8. അതാണ് നമ്മൾ 2ന്റെ 4 ടൈംസ് ആണ് നെക്സ്റ്റ് പാക്കറ്റിലെ ഈ 8 പാക്കറ്റിൽ എന്ന് പറയുന്നത്. 2ന്റെ 4 ടൈംസ്. അപ്പൊ ടൈംസ് മനസ്സിലായില്ലേ? അതായത് 2വിനെ 4 കൊണ്ട് ഇൻഡു ചെയ്ത് എന്ത് കിട്ടുന്നു? 8 കിട്ടുന്നു. ഇനി ഇതിനകത്ത് 8 പാക്കറ്റ് ഉണ്ട് അല്ലെ. 8 പെൻസ് ഉണ്ട്. 8 പാക്കറ്റ് അല്ല, ഈ പാക്കറ്റിൽ 8 പെൻ ഉണ്ട്. ഇതിന്റെ എത്ര ഭാഗമാണ് ഈ 2 എന്ന്? അതായത് നമുക്കറിയാം ഈ 8 എന്ന് പറയുന്നത് 2 + 2 + 2 + ഓരോ 2 എത്ര 2 ഉണ്ട്? 4 2 കൂടുന്നതാണ് 8 ആകുന്നത്. അങ്ങനെ നോക്കിയാൽ ഈ 8ന്റെ എത്ര ഭാഗമാണ് 2 എന്ന്. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് മനസ്സിലാക്കുന്നേ? ഇത് നോക്കി, ഇതിനകത്ത് ഒരു 2 ഇങ്ങ് എടുത്താൽ മതി. ഒരു 2 ഇങ്ങ് എടുത്താൽ 1/4 പാർട്ട്. 1/4 പാർട്ടാണ് എന്ത് 2 വരുന്നത്. മക്കളെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്ന് പറയുക. ഈ 2 എന്ന് പറയുന്നതിന്റെ 4 ടൈംസ് ആണ് 8 എന്ന് പറയുന്നത്. ഇനി ഈ 8ന്റെ എത്ര ഭാഗമാണ് ഈ 2 എന്ന്? ഈ 8ന്റെ എത്ര ഭാഗമാണ് 2? ഈ ഒരു 2 എന്ന് പറയുന്നത് ഈ 8ന്റെ ഇത് മൊത്തം കൂട്ടുമ്പോൾ 8 ആണ് അല്ലേ. ആ 8ന്റെ ഒരു ഭാഗം, ഈ 2 എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലേ. ഇതാകുമ്പോൾ 2 ഭാഗം വന്നു, ഇതാകുമ്പോൾ 3 ഭാഗം വന്നു, 4 ഭാഗം എന്ന് പറഞ്ഞാൽ 8. ഈ ഇതിൽ ഒരു ഭാഗമാണ് ഈ 8ന്റെ 1/4 ആണ് എന്ത് വരുന്നത്? 2 വരുന്നത്. 8ന്റെ ഒരു ഭാഗം 1 എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം 1/4 ആണ് എന്ത് 2 വരുന്നത്. 8ന്റെ 1/2 പാർട്ട്. ഇങ്ങോട്ട് വരുന്നത് ടൈംസും തിരിച്ച് ഇതിലെ വരുന്നത് എന്താണ്? യെസ്, ദിറ്റ് ഈസ് പാർട്ട്. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ. 1 is 5 kilogram. ഇത് 5 kilogram and the other is 15 kilogram. How do you say at the same times as part? ടൈംസും പാർട്ടുമായിട്ട് എങ്ങനെ ഇതിനെ പറയാന്ന്. 1 is 5 kilogram, 1 is 50 kilogram. അപ്പൊ നമ്മൾ എഴുതാം ഇവിടെ 5 15. ഇത് എഴുതിയ പോലെ എഴുതുവാണേ. അപ്പൊ ഇത് 5 ആണ്, ഇത് 15 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ എത്ര ടൈംസ് ആണ് 15? 5ന്റെ എത്ര ടൈംസ് ആ 15? യെസ്, 5ന്റെ 3 ടൈംസ്. നമുക്ക് എല്ലാവർക്കും അറിയാം 5ന്റെ 3 ടൈംസ്. മക്കൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ 3 തന്നെ എഴുതി അതിനർത്ഥം എന്നാണ് മിസ് പറഞ്ഞത്? 3 തന്നെ എഴുതി അതിനർത്ഥം എന്താ? 3/1 അല്ലെ. 3 തന്നെ എഴുതി അതിനർത്ഥം എന്താ? 3/1. 3/1. 3 തന്നെ എഴുതിയ 3/1. ഇനി ഈ 15ന്റെ എത്ര ഭാഗമാണ് ഈ 5? 15ന്റെ എത്ര ഭാഗമാണ് ഈ 5 എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ 15 ഉണ്ട്, അതിന്റെ എത്ര ഭാഗമാണ് 5 വരുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളത് എങ്ങനെ എഴുതാം? യെസ്, നമുക്കിവിടെ ഇതിന് 3 ടൈംസ് ആണെന്ന് പറഞ്ഞു, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ 3/1 ഇവിടെ പറഞ്ഞു 3 തന്നെ എഴുതി അതിനർത്ഥം എന്താ? 3/1. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 15ന്റെ എത്ര ടൈം പാർട്ടാണ് 5 വരുന്നത്? യെസ്, 1/3 പാർട്ട്. 15ന്റെ എത്ര പാർട്ടാ വരുന്നത്? 1/3 പാർട്ട്. 15ന്റെ 3 ടൈംസ് 5ന്റെ 3 ടൈംസ് 15ഉം 15ന്റെ 1/3 പാർട്ടാണ് എന്ത് 5 വരുന്നത്. മനസ്സിലായോ മക്കളെ? ഇനി മിസ്സും പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് കാര്യം. നമ്മൾ എല്ലാ കോൺസെപ്റ്റും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈ ലെസൺ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കിയ 4 എന്ന നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം? 4/1. 4/1 റെസിപ്രോക്കൽ എന്താ? 1/4. ഈ നമ്പറും റെസിപ്രോക്കലും തമ്മിൽ, റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നമ്പറിന്റെ നേരെ ഓപ്പോസിറ്റ് 4/1ന്റെ 1/4, അത് നമ്മൾ ഇൻഡു ചെയ്താൽ എപ്പോഴും എന്തായിരിക്കും എന്നറിയാവോ? നോക്കാം. 4 × 1 4, 4 × 1 4. എന്താ കിട്ടിയേ? 1. ഇനി ഇവിടെ നോക്കിക്കേ, 3/6ന്റെ റെസിപ്രോക്കൽ എന്താ? 6/3. അപ്പൊ അത് നമ്മൾ ഇൻഡു ചെയ്യുമ്പോൾ 6 3 18 എന്ത് കിട്ടി? 18/80 1. നെക്സ്റ്റ് 2/4ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 4/2. അത് ഇൻഡു ചെയ്യുമ്പോഴോ 8/8. 8/8 എന്ന് പറഞ്ഞാൽ എന്നാ മക്കളെ? 1. 3/6ഉം 6/3. 3/6ന്റെ റെസിപ്രോക്കല് 6/3. രണ്ടും കൂടി ഇൻഡു ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നേ? 18/18. 18/80 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ കാര്യം? ഒരു നമ്പറും അതിന്റെ റെസിപ്രോക്കലും തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ ഓൾവേസ് എന്തായിരിക്കും ഉത്തരം വരിക? 1 ആയിരിക്കും ഉത്തരം വരുന്നത്. ഓക്കെ.